ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരാഴ്ചത്തോളമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്ക് കാരണം കൊണ്ട് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മൾക്ക് ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സുകളെ കുറിച്ചിട്ടേ. അപ്പോൾ അവർ കടയിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടിരുന്നതും നമ്മളെ ഇതിലുള്ളതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഞാൻ ആ മരുന്നിനെക്കുറിച്ചൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വേനൽക്കാലം കൂടി ആയതുകൊണ്ടേ നമുക്ക് ഈ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബെനിഫിറ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ സിങ്കോവിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ എന്താ സിങ്കോവിറ്റൊക്കെ കൊടുക്കാൻ അത്ര പ്രോത്സാഹിപ്പിക്കണമെന്നറിയോ? നമ്മളുടെ വിമറാൾ പോലത്തെ മരുന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര അതിന് വിലയാണ്. നമുക്ക് വിമറാളൊന്നും നമ്മളെ സാധാരണ പോലുള്ളവർക്ക് വാങ്ങാൻ പറ്റില്ലടോ, കാരണം നല്ല വില ഉണ്ട് അതിന്. അപ്പോൾ ഞാൻ ഈ സിങ്കോവിറ്റ് കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം വിമറാളിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് എഫക്റ്റ് ഉള്ള പോലെയൊക്കെ തോന്നിയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിങ്കോവിറ്റ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറയണത്. കാരണം വിമറാളിനുണ്ട് കേട്ടോ അതിൻ്റേതായ ഗുണങ്ങൾ. ഞാനതല്ല എന്നല്ല പറയുന്നത്, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർക്ക് സിങ്കോവിറ്റാണ് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ ചൂടുകൊണ്ട് കോഴികളും ചത്തുപോകുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മൾ ഈ കൊടുക്കുന്ന വിറ്റാമിൻസൊക്കെ. അപ്പോൾ എല്ലാ വിറ്റാമിൻസൊന്നും നമുക്ക് വാങ്ങി കൊടുത്താൽ നമുക്ക് മുതലാവില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് മാത്രമുള്ള വരുമാനമൊന്നും നമുക്കിതൊന്നും കിട്ടില്ലല്ലോ. പക്ഷേ ഈ സിങ്കോവിറ്റും ടെഫ്രോളിനും ഗ്രോവിപ്ലെക്സും അങ്ങനത്തെയൊക്കെ ചെറുതൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വിമറാളിൻ്റെ അത്ര തന്നെ അതിനേക്കാളിലും ഒരുപാട് വിറ്റാമിൻസുകൾ നമുക്ക് സിങ്കോവിറ്റിൽ അടങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് കോഴികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊക്കെ ഈ ചൂടുകാലത്തൊക്കെ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരുവിധം ഞാൻ പിടിച്ച് നിൽക്കുന്ന ഈ വിറ്റാമിൻസിൻ്റെ മരുന്നുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മളെ ഫാമിലേക്ക് പിന്നെ ഒരു കോഴികളും ഒന്നും വരാത്തതുകൊണ്ടും അതുകൊണ്ടൊക്കെ കൂടിയിട്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ മാസങ്ങളിലും എല്ലാതൊന്നും വാങ്ങണ്ട. ഞാൻ ഈ പറയുന്ന മരുന്നുകളൊക്കെ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ മുതൽ നമ്മൾ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് കേട്ടോ. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് വാങ്ങേണ്ടത്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന മരുന്ന് നമ്മൾ വാങ്ങണം. അല്ലാതെ നമുക്ക് ഒരു മരുന്ന് ഒരു കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളത് വാങ്ങി വെക്കരുത്. ഇപ്പം നമുക്ക് സിങ്കോവിറ്റും ഇപ്പോൾ എല്ലാ മരുന്നും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് വലിയ കോഴികൾക്ക് വരെ കൊടുക്കാം. അപ്പോൾ എന്താവും, നമുക്കൊരു ബോട്ടിൽ വാങ്ങിയാൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോക്കാക്കി വെക്കുക. അതേപോലെ ഞാൻ ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്ന കാരണം കൊണ്ട് നെഞ്ചുണക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മളെ 7 അയലത്ത് വരില്ല കേട്ടോ. കോഴികൾ ക്ഷീണിച്ചിട്ട് വരിക, അതേപോലെ കോഴികൾ തീറ്റെടുക്കാതിരിക്കുക, അതൊക്കെ ഒരു വിധ പരിധി വരെ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫീഡപ്പീസ്റ്റ് നിർബന്ധമായിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ പ്രോബയോട്ടിക് ഉണ്ടെങ്കിലാണ് അവരുടെ ദഹനം ഒന്ന് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിറ്റാമിൻസും അതേപോലെ നമ്മൾ ഈ ഫീഡപ്പീസ്റ്റും ഒക്കെ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കോഴികളുടെ ഹെൽത്ത് ഓക്കെ ആവും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും വരില്ല. മുട്ടടാത്ത കോഴികളാണെങ്കിലും എല്ലാവരും അവരുടെ ഡൈജഷൻ ശരിയായാൽ തന്നെ അവർക്ക് ഏകദേശം അവരുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫീഡപ്പീസ്റ്റ് വാങ്ങുകയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഫീഡപ്പീസ്റ്റ് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തൈരോ അല്ലെങ്കിൽ പുളിച്ച ഓരോ സംഗതികളുണ്ടാവുമല്ലോ, അതൊക്കെ കൊടുക്കണം. പക്ഷേ ഞാൻ എപ്പോഴും പറയാം, നമുക്കിപ്പോൾ എപ്പോഴും ഒരു പാക്കറ്റ് തൈരൊക്കെ വാങ്ങിയപ്പോൾ ഇത്രയും കോഴികൾക്കൊന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഫീഡപ്പീസ്റ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കോഴികൾക്കായിട്ടും അതേപോലെ മൃഗങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഇപ്പോൾ ഈ ഫീഡപ്പീസ്റ്റ്. അപ്പോൾ അതിൻ്റേതായ ഇതുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഫീഡപ്പീസ്റ്റ് റെഡല്ല, നമ്മളുടെ നീല ഉണ്ടല്ലോ, ആ നീല വാങ്ങിയാൽ മതി, ഫീഡപ്പീസ്റ്റ് പ്ലസ്. അത് വാങ്ങിയിട്ട് നിങ്ങൾ തീറ്റയിലും കുഴച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ചോറിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് വേസ്റ്റിന് അതിൻ്റെ ചോളത്തോട് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഇനി വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഞാൻ കോഴികൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫീഡപ്പീസൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കോഴികൾക്ക് ചോളത്തോടും ഇതൊക്കെ നമ്മൾ തീറ്റ മിക്സ് ചെയ്യുമല്ലോ, ആ മിക്സ് ചെയ്യണതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ ഹെൽത്ത് അങ്ങനെ ഓക്കെ ആവും. അപ്പോൾ നമ്മളുടെ ഈ വിറ്റാമിൻസും നമ്മുടെ ഫീഡപ്പീസ്റ്റും പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റകളും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കോഴികളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് മരണനിരക്ക് കുറക്കാനും അതേപോലെ മുട്ട ഉൽപ്പാദനം കൂട്ടാനും അതേപോലെ നല്ല ഗ്ലൈസിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മുടെ കോഴികൾക്ക് വരും കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ ചില കോഴികളുടെ രോമങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു തരം ഒരള്ള പോലെയാവും.
അതെന്താ അങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മളുടെ അവരുടെ ശരീരത്തിൽ എന്തിൻ്റെ കുറവാണോ വരുന്നത് അത് അവരുടെ പുറത്തുള്ള തൂവലിലാണ് അത് കാണിക്കുക. കാരണം തൂവലാണല്ലോ ഏറ്റവും പുറമെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ അവരുടെ ശരീരം കാണിക്കുള്ളൂ. അപ്പോൾ ആ തൂവലുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും കോഴികൾക്ക്. അതേപോലെ നിങ്ങൾ പ്രോട്ടീൻ കുറവുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഇതേ പറഞ്ഞ പോലെ സ്റ്റാർട്ടർ മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളൊന്ന് കൊടുക്കണം. ഒരു ദിവസമെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് പ്രോട്ടീൻ കുറവുണ്ടെങ്കിൽ അതൊന്ന് ശരിയായി കിട്ടും. പിന്നെ നമ്മളുടെ വിറ്റാമിൻസും ഒക്കെ കൂടി കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം കോഴികൾ ഓക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കാണാൻ ഭംഗിയുള്ള കോഴികളല്ലേ നമുക്കൊരു ഇഷ്ടം തന്നെ തോന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ കോഴികൾ തന്നെ 1-2 കോഴികൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ അടയിരുന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയിട്ട്. അപ്പോൾ ഞാനെന്താ ചെയ്യുക വെച്ചാൽ അവർക്ക് കൂട്ടിൽ ഒന്ന് മാറ്റിയിട്ടതിന് ശേഷം ഈ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂളൊന്ന് എഴുതി കൊടുക്കുകയും ചെയ്യും. പിന്നെ പോരാത്തതിന് ഞാൻ അവർക്ക് സ്റ്റാർട്ടർ നന്നായിട്ട് തിന്നാനും കൊടുക്കും. അപ്പോൾ പിന്നെ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂൾ ഒരു തുള്ളി വായിൽ ഇറ്റിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വരെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ പോണ കോഴിക്കാണ് കേട്ടോ പ്രശ്നം. ഇങ്ങനെ അടയിരുന്നാൽ നീറ്റ് പോവുകയില്ല. എത്ര കോഴികൾ വന്നിട്ട് അതിനെ കൊത്തി ആട്ടിയാലും അതൊരു മാസത്തോളം അടയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. ഇവിടെയുള്ള കോഴികൾക്കൊക്കെ അങ്ങനെയാണ് 10, 15, 20 ദിവസമൊക്കെയാണ് അടയിരിക്കുക. അപ്പോൾ ഞാൻ വിറ്റാമിൻസിനെ കുറിച്ച് എന്നാൽ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമ്മൾ കൊടുക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഗ്രോവിപ്ലെക്സ്. ഇതിനധികം വിലയൊന്നുമില്ല. ഞാൻ ഈ ഗ്രോവിപ്ലെക്സിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആകെ 95 രൂപയുള്ളൂ 500 ml. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്നത് നമുക്ക് ആ ബോട്ടിൽമേ തന്നെ വായിക്കാൻ വേണ്ടി പറ്റും. ഇത് ഏകദേശം ഞാൻ എപ്പോഴും ഒരു മാസത്തിലൊരു ബോട്ടിലൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. കാരണം ഞാൻ ഓരോ ആഴ്ചകളും മാറിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇത് പൗൾട്രി മേഖലയിൽ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഈ ഗ്രോവിപ്ലെക്സ്. അത് നല്ലൊരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കോഴികൾക്ക് കൊടുക്കാൻ. അത് നമ്മൾ ലേശം എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ വിലയും കൂടി പറയണം. എന്താ വെച്ചാൽ സാധാരണക്കാരനായ നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ് കേട്ടോ അത്. പിന്നെ ഇത് ടെഫ്രോളിനാണ് കേട്ടോ. ഇതൊക്കെ ഒരു കോഴി വളർത്തലിൽ നിർബന്ധമാണ്. ഈ ടെഫ്രോളിൻ കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നെയ്ക്കട്ടലുണ്ടാവുമല്ലോ, ഈ നമ്മൾ കൂടുതൽ ചോറും ഒക്കെ കൊടുക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് ചോറല്ലേ കൊടുക്കണുള്ളൂ എന്ന്. പക്ഷേ ഇത് ഡെയിലി നമ്മളത് കൊടുക്കുന്നുണ്ട്, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നെയ്ക്കട്ടലും മുട്ടോൽപാദനം കുറയുകയൊക്കെ ചെയ്യുമ്പോഴൊരവസ്ഥയ്ക്ക് വരുമ്പോൾ അങ്ങനെയുള്ളതിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ടെഫ്രോളിന്. ഈ ടെഫ്രോളിൻ കൊടുത്ത നല്ല എഫക്റ്റാണ് കേട്ടോ. നെയ്ക്കട്ടലെന്ന് പറഞ്ഞ സാധനം ആ കോഴികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിതൊരു ബോട്ടിൽ കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഗ്രോവിപ്ലെക്സ് കൊടുത്താൽ ആഴ്ചയിൽ ഒരു ദിവസം ടെഫ്രോളിൻ കൊടുക്കുക. അങ്ങനെ ടെഫ്രോളിനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നെയ്ക്കട്ടൽ ഒരു പരിധി വരെ ഒഴിവായി കിട്ടും. പിന്നെ നമ്മളുടെ മെയിൻ താരാണ് കേട്ടോ സിങ്കോവിറ്റ്. എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നത് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് അല്ലേ? അതെ, നമ്മൾക്ക് മനുഷ്യന്മാർക്ക് കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്ന ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് തന്നെയാണ് നമ്മളുടെ സിങ്കോവിറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു റൈറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ മൾട്ടി വിറ്റാമിനാണ്. ഇതിലെന്തെല്ലാം അടങ്ങിയിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഈ പറഞ്ഞ ഗ്രോവിപ്ലെക്സിലും ടെഫ്രോളിലും അടങ്ങിയ എല്ലാതും നമ്മളുടെ ഈ സിങ്കോവിറ്റ് ഒന്നിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എഫക്റ്റീവാണ് സിങ്കോവിറ്റ് കേട്ടോ. ഞാൻ മസ്റ്റായിട്ട് നിങ്ങളോട് കൊടുക്കാൻ പറയാം സിങ്കോവിറ്റ് തന്നെയാണ്. കാരണം അതിനധികം വിലയൊന്നുമില്ല. 170, 160, 170 ഉള്ളൂ. പക്ഷേ ഇത് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ പിന്നെ വലിയ കോഴികൾക്ക് വരെ കൊടുക്കാം. ഇതെങ്ങനെ കൊടുക്കാമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൻ്റെ കുപ്പിയാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഈ സിങ്കോവിറ്റിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് 5 ml ഒരു മൂടി. ആ 5 ml മൂടിക്ക് ഒരു മൂടി ആ 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുടിക്കാൻ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളെപ്പോഴും ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോഴേ വായിൽ നേരിട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ ഡോസേജ് എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ആരും ഇതിന് ഡോക്ടർമാരല്ലല്ലോ. നമ്മൾ ഇതിന് എത്രയാണ് ഡോസേജ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോസ് കറക്റ്റായി കിട്ടും. അതാണ് കേട്ടോ ഞാൻ വെള്ളത്തിൽ എപ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുക്കണമെന്ന് പറയണത്. പിന്നെ ഈ സിങ്കോവിറ്റിൻ്റെ കുപ്പി വരുന്നത് പൊട്ടണ കുപ്പിയിലാണ് കേട്ടോ. അത് നിലത്ത് വീണാലൊക്കെ പൊട്ടും. ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത് ഞാൻ ടെഫ്രോളിന് ഒഴിച്ച് കൊടുത്തതാണ്. ഇപ്പം ഇന്ന് ഞാൻ കൊടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാനന്ന് പറയണത്. ഇത് ടെഫ്രോളിനാണ്. ഇത് എല്ലാ കോഴികളും രാവിലെ ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട്, ഞാൻ രാത്രി ഒരിക്കലും കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കലില്ല എന്ന്. പകൽ മാത്രമേ ഞാൻ വെള്ളം കൊടുക്കുള്ളൂ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർ വേണ്ടോളം ആ വെള്ളം അങ്ങോട്ട് കുടിക്കും. അപ്പോൾ നമ്മളുടെ വെള്ളം ഒരു പ്രശ്നമില്ലാണ്ട് അവരെ വയറ്റിലേക്ക് എത്തും ചെയ്യും. നമ്മളെ വിറ്റാമിൻസും എത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി കൂട്ടിൽ വെള്ളം വെച്ച് കൊടുക്കാണ്ട് പകൽ അവരെ വിടുന്ന സമയത്ത് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് അവർക്ക് നമ്മളുടെ വിറ്റാമിൻസുകളൊക്കെ അതിലൊഴിച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ ദിവസം എന്നല്ല, ഓരോ ആഴ്ചകളിൽ കൊടുക്കുക. അതേപോലെ ഞാൻ ചില സമയത്ത് ഞാൻ ന്യൂറോബയോൺ ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. അതും ബി കോംപ്ലക്സ് B12 തന്നെയാണ്. എന്നാലും ഈ കാലതളർച്ച അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവർക്കൊക്കെ വായിലൊന്നുമില്ലെങ്കിൽ ന്യൂറോബയോൺ അധികവും ഞാൻ വായിലിട്ട് കൊടുക്കലാണ് അവർക്ക് കിട്ടാം. അതേപോലെ
വെള്ളത്തിൽ ഈ പിന്നെ വിറ്റാമിൻ ഇൻ്റെ മരുന്നുകൾ ഉറ്റിച്ച് കൊടുക്കുക. എന്തൊക്കെ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് ഉണ്ടോ അതൊക്കെ കൊടുക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സിങ്കോവിറ്റ്, അതേപോലെ ടെഫ്രോളിന്, അതേപോലെ ഗ്രോവിപ്ലെക്സ്. ഇത് മൂന്നും നിങ്ങൾ വീട്ടിലൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നെഞ്ചണക്കോ അല്ലെങ്കിൽ കോഴികൾ ഭാരമില്ലാതായി വരിക അല്ലെങ്കിൽ മുട്ടുൽപ്പാദനം കുറയുക അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നൊരു പ്രശ്നം പ്രോട്ടീൻ കുറവാണ്. പ്രോട്ടീൻ കുറവ് വരുമ്പോഴാണ് അവരുടെ തൂവലുകളും അങ്ങനെയൊക്കെ വരിക. അതിന് നിങ്ങൾ ലേശം